This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ പനക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ബജറ്റ് അവതരിപ്പിച്ചു. വന്യമൃഗശല്യത്തിൽ നിന്നുള്ള കൃഷി സംരക്ഷണത്തിന് സോളാർ വേലി നിർമ്മാണത്തിനായി 85 ലക്ഷം രൂപ നീക്കിവെച്ചതാണ് ബജറ്റിലെ പ്രധാന നിർദ്ദേശം. തെങ്ങ് കൃഷി 20 ലക്ഷം, കവുങ്ങ് 5 ലക്ഷം, കുരുമുളക് 45,000 എന്നിവയ്ക്ക് പുറമെ ക്ഷീരഗ്രാമം പദ്ധതിക്കായി 10 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. പുതിയ ഗ്രാമീണ റോഡുകൾക്കായി 1 കോടി രൂപയും നിലവിലുള്ളവയുടെ പുനരുദ്ധാരണത്തിനായി 4,78 ലക്ഷം രൂപയും വകയിരുത്തി. പഞ്ചായത്ത് ഹാൾ നിർമ്മാണത്തിന് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആശുപത്രികളിലേക്ക് മരുന്ന് ലഭ്യമാക്കാൻ 49 ലക്ഷം രൂപയും ശുചിത്വ കുടിവെള്ള മേഖലയ്ക്കായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾക്കുമായി മികച്ച തുക വകയിരുത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി ആകെ 9.5 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KD പ്രവീൺ, ലളിത ബാബു, ലീന വില്യം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൾ, രേഷ്മ വി രാജു, ആസൂത്രണ സമിതി ചെയർമാൻ മനോജ് വടക്കേൽ, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആരംഭിച്ചതിന് ശേഷം അതിൽ തയ്യാറാക്കുന്ന ബജറ്റ് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. നമ്മളെ പഞ്ചായത്തിൻ്റെ വിഭവ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമകരമായ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഒരു വരവ് ചെലവ് കണക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ബജറ്റിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ടിൻ്റെ കാലാനുസൃതമായ വർധനം ഉണ്ടെങ്കിൽ കൂടിയും സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നതിനുള്ള പരിമിതികൾ നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും ചേർത്താണ് നമ്മൾ പദ്ധതികൾ രൂപീകരിച്ചു പോകുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2025 ഡിസംബർ 21 നിലവിൽ വന്ന ഈ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആസന്നമായിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ അടിസ്ഥാന സൗകര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖല മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പിന് വിലയുണ്ടാകണം. നമ്മുടെ പഞ്ചായത്ത് മലയോര മേഖലയായതിനാലും മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ ധാരാളമായി ഉള്ളതിനാലും വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള കൃഷിനാശമാണ് കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായി സോളാർ വൈദ്യുതി വേലിക്ക് ഈ ബജറ്റിൽ ഏറെ പ്രാധാന്യം അതിനാൽ തന്നെ നൽകിയിരിക്കുന്നു. സേവന മേഖലയിലെ 2 പ്രധാനപ്പെട്ട മേഖലയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ഈ 2 മേഖലയ്ക്കും ഏറെ പ്രാധാന്യം ഈ ഭരണസമിതി നൽകിയിട്ടുണ്ട്. കിടപ്പിലായ രോഗികൾക്കും വയോജനങ്ങൾക്കും ആശ്വാസമായി കടന്നു ചെല്ലാൻ നിലവിൽ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റാണ് ഉള്ളത്. ഈ ഭരണസമിതി അത് ഒരു യൂണിറ്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ഫണ്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുകയാണ്. ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തിയത് കാർഷിക മേഖലയ്ക്ക് മൊത്തം 69,49,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ 41,75,000 രൂപയും പുതിയ പാർപ്പിടം ഉൾപ്പെടെ 1,12 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിൽ 91,75,000 രൂപയും വിദ്യാഭ്യാസ മേഖലയിൽ 37,90,000 രൂപയും എല്ലാറ്റിനുപരി പശ്ചാത്തല മേഖലയിൽ 6,50,00,000 രൂപയും വകയിരുത്തിയ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ പദ്ധതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചത്. അതിൻ്റെ ഓരോ വിഭാഗത്തിലുള്ളതും ഇവിടെ അവതരിപ്പിക്കുക. കാർഷിക മേഖലയായിട്ട് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് കാർഷിക മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ ധാരാളമായി ഉള്ളതിനാലും വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ കൃഷിനാശമാണ് കർഷകർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായി
സോളാർ വൈദ്യുതി നിർമ്മാണത്തിനായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗങ്ങൾ സമീപിച്ചുകൊണ്ട് ഈ ബജറ്റിൽ 85 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. നാണ്യവിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി തെങ്ങ് കൃഷി വികസനത്തിനായി 20 ലക്ഷം രൂപയും കവുങ്ങ് കൃഷി വികസനത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തുകയാണ്. പച്ചക്കറി വികസനത്തിന് 1.5 ലക്ഷം രൂപയും കാപ്പി കൃഷി വികസനത്തിന് 3 ലക്ഷം രൂപയും വാഴക്കൃഷി പ്രോത്സാഹനത്തിന് 50,000 രൂപയും ഇഞ്ചി കൃഷി വികസനത്തിന് 1.5 ലക്ഷം രൂപയും ഫലവർഷ കൃഷി വികസനത്തിനായി 1 ലക്ഷം രൂപ എന്നിങ്ങനെ വിലയിരുത്തിയാണ്. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിക്ക് 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൃഷിഭവൻ മുഖേന അഗ്രി ക്ലിനിക് നടത്തുന്നതിന് 50,000 രൂപ വകയിരുത്തുന്നു. അടുത്ത മേഖല മൃഗസംരക്ഷണ മേഖലയാണ്. ക്ഷീരഗ്രാമം പദ്ധതിക്കായി 10 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. ക്ഷീര കർഷകർക്ക് പാലിൻ്റെ സബ്സിഡി നൽകുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. തീറ്റപ്പുൽ കൃഷിക്ക് 45,000 രൂപ വകയിരുത്തുന്നു. ധാതുലവണ മിശ്രിതം വിലമരുന്ന് 2.25 ലക്ഷം രൂപ വകയിരുത്തുന്നു. കോഴി വളർത്തൽ പദ്ധതിക്ക് 9 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. മൃഗാശുപത്രി വികസനത്തിനും മരുന്ന് വാങ്ങലിനുമായി 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. മീൻതുള്ളി വെറ്റിനറി സബ് സെന്ററിന് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിന് 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. അടുത്ത പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയാണ്. സേവന മേഖലയിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. പാലിയേറ്റീവ് കെയർ ആവശ്യങ്ങൾക്കായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളായ ആശുപത്രിയിലേക്കുള്ള മരുന്ന് ലഭ്യമാക്കുന്നതിന് ആകെ 49 ലക്ഷം രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ഫെസ്റ്റ് പദ്ധതിക്കായി 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഹോമിയോ ആശുപത്രി വികസനത്തിന് 1.3 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളുടെ ജലസൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കമ്പ്യൂട്ടർവൽക്കരണത്തിനും 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജീവിതശൈലി രോഗനിർണയത്തിന് 50,000 രൂപയും പകർച്ചവ്യാധി നിയന്ത്രണത്തിന് 1 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ചെറുപുഴ സബ് സെന്റർ ചുറ്റുമതിൽ നിർമ്മാണം 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. പുതിയതായി ആയുർവേദ ഹോസ്പിറ്റൽ കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വാങ്ങുവാൻ വേണ്ടി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. അടുത്ത ഭവന നിർമ്മാണ മേഖലയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും വാസയോഗ്യമായ വീടുകൾ ഇനിയും ലഭ്യമായിട്ടില്ല. മാത്രമല്ല ലൈഫ് PMI ഭവന പദ്ധതികൾ പ്രകാരം പുതിയ ഭവനങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. ഭവന നിർമ്മാണത്തിനും വീട് വാസയോഗ്യമാക്കലിനും ഈ ബജറ്റിൽ പരിഗണന നൽകുന്നു. വീട് വാസയോഗ്യമാക്കലിന് 1,12 ലക്ഷം രൂപ വകയിരുത്തുന്നു. ലൈഫ് PMI ഭവന നിർമ്മാണത്തിനും ഹഡ്കോ വായ്പ, പഞ്ചായത്ത് വിഹിതം, സംസ്ഥാന വിഹിതം, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതം എന്നീ സ്രോതസ്സുകൾ സമീപിച്ചുകൊണ്ട് 1.47 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു. അടുത്ത വിദ്യാഭ്യാസം, കല, സാംസ്കാരിക മേഖലയാണ്. പട്ടികജാതി വർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ പിന്തുണ നൽകുന്നതിന് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, സ്കോളർഷിപ്പ് നൽകുന്നതിന് അർഹമായ തുക വകയിരുത്തുന്നു. പഠന പരിമിതി പിന്തുണ നൽകുന്നതിന് 7 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർവശിക്ഷ അഭിയാൻ പദ്ധതി വിഹിതമായി 8 ലക്ഷം രൂപയും വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പരിശീലനത്തിന് 50,000 രൂപയും വകയിരുത്തുന്നു. വായനാശാലകൾക്കുള്ള പുസ്തകങ്ങൾ വാങ്ങി നൽകാൻ പദ്ധതിക്കായി 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. പൊതുവിദ്യാലയങ്ങൾക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് പദ്ധതിക്കായി 50,000 രൂപ വകയിരുത്തുന്നു. ഇടവരമ്പ് സ്കൂളിന് ഇൻവെർട്ടർ സ്ഥാപിക്കുന്നതിന് 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയ്ക്കായി 3 ലക്ഷം രൂപ വകയിരുത്തുന്നു. യുവജനങ്ങൾക്ക് കായിക പരിശീലനത്തിനായി 60,000 രൂപ വകയിരുത്തുന്നു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920777 577.